മേഘനാഥൻ, ശ്രീ ആർ ശശീന്ദ്രൻ, ശ്രീ തെന്നി കുര്യാക്കോസ്, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ കെ സി ആന്റണി, മണ്ഡല പ്രസിഡന്റ് യേശുവിന്റെ വളരെയധികം തല്ലുകൊണ്ടിട്ടാണ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശിവശങ്കരൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ DT മെരി വർഗീസ് വളരെ വിശദമായ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 7 വർഷക്കാലം പിന്നിട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ ജനങ്ങൾ 2 പ്രാവശ്യമാണ് ഭരിക്കുവാനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാൻഡേറ്റ് നൽകി, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാൻഡേറ്റ് നൽകി. നമുക്കൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അത് ജനങ്ങളുടെ ഗവൺമെൻറ് ആകണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ ഗവൺമെൻറ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായത് ഇപ്പോഴാണ്. അദ്ദേഹം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് ദൈനംദിന വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല, അദ്ദേഹം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും തോന്നില്ല. വിദേശത്തെ പണം സമ്പാദിച്ച് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്ന ആ ചിത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഞെട്ടിപ്പറച്ച 3 മാസങ്ങൾക്കും വയനാട് ദുരന്തം നമ്മളെല്ലാം വളരെ വേദനയോടുകൂടിയാണ്. ഏതാണ്ട് 399 പേരാണ് നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട കണക്കനുസരിച്ച്. കണക്കില്ലാതെ ഒരുപാട് പേർ നിന്നെയും കൊണ്ടുണ്ട്. മുണ്ടക്കൈ ഇഞ്ചുവൽ മലയിൽ 2 പഞ്ചായത്തുകൾ പ്രദേശങ്ങൾ മുഴുവൻ തകർന്നു പോയി, ഒലിച്ചു പോയി. അവിടെ ജീവിച്ചവരുടെ കിട്ടിയ ശവശരീരങ്ങൾ മാത്രമാണ്, ശവശരീരങ്ങൾ മുഴുവൻ കിട്ടിയിട്ടില്ല. അവരുടെ കൈയും കാലും ഒക്കെ മാത്രമാണ് കിട്ടിയതുപോലെ ആളുകളുടെ അങ്ങനെ കിട്ടിയത് സർക്കാരിന്റെ കണക്കനുസരിച്ചാണ് അത്രയും ആളുകളെ കിട്ടിയത്. നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. നമ്മളെല്ലാം വളരെ പ്രയാസത്തോടു കൂടിയാണ് അതിനെ നോക്കേണ്ടത്. എല്ലാ ആളുകളുടെയും ധനസഹായം അങ്ങോട്ട് ഒഴുകി, വസ്ത്രങ്ങൾ ഒഴുകി അങ്ങോട്ട്, ഭക്ഷണങ്ങളോടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ ഏർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ്സുകാർ ഏർപ്പെടുത്തി, ലീഗുകാർ ഏർപ്പെടുത്തി, സാമൂഹ്യ സംഘടനകളെല്ലാം ഏർപ്പെടുത്തി ഭക്ഷണങ്ങളോടെ എത്തിച്ചു കൊടുക്കുക. വസ്ത്രങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തിട്ട് അവിടെ വെക്കാൻ സ്ഥലമില്ലായിരുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വസ്ത്രങ്ങൾ വേണ്ട, ഇവിടെ എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. 399 പേരിൽ 65 പേരെ BJPക്കാർ പറഞ്ഞു ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് മരിച്ചത്, അതുകൊണ്ട് ഞങ്ങളാണ് അവരെ മൃതദേഹം മറവ് ചെയ്തെന്ന് പറഞ്ഞു. അവിടെ താമസിക്കുന്ന 45 കുടുംബങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് മരിച്ചത്, അതിന്റെ ശവശരീരം മറവ് ചെയ്ത് ഞങ്ങളാണെന്ന് പറഞ്ഞു.